ഹായ്. അപ്പോൾ ഞാനൊരു ചിക്കൻ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതൊരു 10 മിനിറ്റ് മാത്രം മതി നമുക്കിത് തയ്യാറാക്കാനായിട്ട്. അത് ഞാൻ കുക്കറിലാണ് കേട്ടോ വെക്കണത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അധികം ഓയിലൊന്നും നമുക്കിതിന് ആവശ്യമില്ല. നമുക്ക് ഹെൽത്തിയാണ് ഈ ഒരു ബിരിയാണി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് സവോള, ഇഞ്ചി, പച്ചമുളക്, തക്കാളി അതൊക്കെ കൂടി മിക്സ് ആക്കിയിട്ട് കുറച്ച് തൈര് ഒഴിച്ച് വെച്ചു കേട്ടോ. ചിക്കൻ വെന്ത ശേഷം അതിലേക്ക് ക്യാരറ്റും സവോളയും പച്ചമുളകും പിന്നെ ഗരം മസാല ഇല്ലേ അതൊക്കെ അതിലിട്ടിട്ട് ബിരിയാണിയുടെ അരിയിട്ട് മിക്സ് ആക്കിയിട്ടോ. കുറച്ച് നെയ്യും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. എന്നിട്ട് ബിരിയാണി മസാല ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാലയാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യമൊന്നും ബിരിയാണി മസാല ഉപയോഗിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുത്തു അതിലേക്ക്. പിന്നെ ഒരൊറ്റ വിസല്, ആ വിസലിൽ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റാണ് കേട്ടോ. നിങ്ങളിതിൽ ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഞാൻ കുക്കറിൻ്റെ ഫുൾ എയർ പോയ ശേഷമാണ് കേട്ടോ തുറന്നപ്പോൾ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയില്ലേ നമ്മുടെ നിവിൻ ചേട്ടൻ, അതുപോലെ എന്തൊരു സ്മെല്ലായിരുന്നു എന്നറിയോ ബിരിയാണിയുടെ. വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ബിരിയാണിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ. ബൈ.